ഇസ്രായേലിലേക്ക് കടന്നു കയറി ആളുകളെ വധിക്കുക മാത്രമല്ല നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയ സംഭവത്തിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് അഖിലാൻ. ബന്ദികളെ തടങ്കിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച ഹമാസ് നേതാക്കളിൽ ഇയാളും ഉൾപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അഖിലാന്റെ വധം ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെയായിട്ട് വേണം കണക്കാക്കാൻ. ഇയാളെ കൂടാതെ കൊല്ലപ്പെട്ട മറ്റൊരു ഹമാസ് നേതാവ് മംദോ മെഹ്നയാണ്. ഇയാളും ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ സജീവമായി പങ്കെടുക്കുകയും അനേകം പേരെ വധിക്കുകയും സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത ആ വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാക്കളിൽ ഒരാളായിരുന്നു ഇയാളും അഖിലിന്റെ ഒപ്പം ഈ ആക്രമണത്തിൽ വളരെ സജീവ സാന്നിധ്യമായി പങ്കെടുത്തിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഈ മെഹ്ന എന്ന് പറയുന്ന തീവ്രവാദി നേതാവാണ് ഗാസയിലെ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിലും അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും ബന്ദികളെ അവിടെ എത്തിച്ച് അതിക്രൂരമായ ദണ്ഡനമുറകൾക്ക് വിധേയനാക്കുന്നതിലും ഒക്കെ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ആളാണ് ഇയാൾ ഈ തുരങ്ക നിർമ്മാണ കാര്യത്തിലെ ഒരു വളരെ വിദഗ്ധൻ കൂടിയാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം വധിച്ച ഹമാസിന്റെ മൂന്നാമൻ അഹമ്മദ് സുവൈദാൻ എന്ന നേതാവാണ്. ഈ 3 പേരും ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി നിരവധി പേരെ കൊല്ലുകയും മറ്റനേകം പേരെ ബന്ദികളാക്കുകയും ചെയ്തതിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ 3 ഹമാസ് നേതാക്കളെയും വളരെ കാലമായി ഇസ്രായേൽ സൈന്യം തേടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ 3 പേരെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ആസൂത്രിതമായി തന്നെ ഇസ്രായേൽ വധിച്ചത്.